നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ആദ്യം മാതൃഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുള്ള വാർത്ത വഖഫ് ഭേദഗതി ബിൽ JPC കടന്നു എന്നുള്ള വാർത്തയാണ്. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളിക്കളഞ്ഞും ഭരണപക്ഷം നിർദ്ദേശിച്ച 14 ഭേദഗതികൾ അംഗീകരിച്ചും വഖഫ് ബില്ലിന് സംയുക്ത പാർലമെൻ്ററി സമിതിയുടെ അംഗീകാരം. പ്രതിപക്ഷ അംഗങ്ങളുടെ എതിർപ്പ് മറികടന്നാണ് ഭരണപക്ഷത്തിൻ്റെ ഭൂരിപക്ഷ ബലം ഉപയോഗിച്ച് തിങ്കളാഴ്ച സമിതി ബില്ലിന് അംഗീകാരം നൽകിയത്. 10-നെതിരെ 16 വോട്ടുകൾക്കാണ് ഭരണപക്ഷ ഭേദഗതികൾ യോഗം അംഗീകരിച്ചത്. ബില്ല് പരിശോധിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടിന് ബുധനാഴ്ച സംയുക്ത പാർലമെൻ്ററി സമിതി യോഗം അന്തിമ അംഗീകാരം നൽകും. 31-ന് ആരംഭിക്കുന്ന പാർലമെൻറ്റിൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ പുതുക്കിയ ബില്ല് അവതരിപ്പിക്കും. ദീർഘകാല ഉപയോഗത്തിലൂടെ വഖഫായി മാറുന്ന സ്വത്ത് സംബന്ധിച്ചാണ് JPC അംഗീകരിച്ച ഭേദഗതികളിൽ പ്രധാനം. 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന വ്യക്തി നൽകുന്നതേ വഖഫ് ആകൂ. 5 വർഷമായി ആ വ്യക്തി ഇസ്ലാം മതം വിശ്വാസപ്രകാരമാണ് ജീവിക്കുന്നതെന്ന് കാണിക്കണം എന്നടക്കമുള്ള ചില പ്രധാന ഭേദഗതികളാണ്. ദീർഘകാലം ഉപയോഗത്തിലൂടെ വഖഫായി മാറിയ സ്വത്തുക്കൾ പൂർണ്ണമായോ ഭാഗികമായോ സർക്കാരിൻ്റെതോ തർക്കത്തിലോ ഉള്ളതോ അല്ലെങ്കിൽ അതുപോലെ തുടരാം. പുതിയ നിയമം നിലവിൽ വരുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത വഖഫ് സ്വത്തുക്കൾക്ക് ആണ് ആനുകൂല്യം. നിലവിലെ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ വഖഫ് സ്വത്തുക്കളുടെയും വിശദാംശങ്ങൾ പുതിയ നിയമം നിലവിൽ വന്ന് 6 മാസത്തിനകം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം. വഖഫ് ട്രിബ്യൂണലുകളിൽ മുസ്ലിം നിയമങ്ങൾ അറിയുന്ന ഒരംഗം വേണം. ഇത്രയും കാര്യങ്ങളാണ് പ്രധാന ഭേദഗതികളായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മാതൃഭൂമിയിലെ മറ്റു പ്രധാനപ്പെട്ട വാർത്ത ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി 2 പേരെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ്. അയൽവാസിയുടെ ഭാര്യയെ കൊന്ന് ജയിലിൽ പോയയാൾ ജാമ്യത്തിലിറങ്ങിയ അയൽവാസിയെയും അമ്മയെയും വെട്ടിക്കൊലപ്പെടുത്തി. പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ കോളനിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 2 പേരുടെയും ചിത്രം നൽകിയിട്ടുണ്ട്. കൊന്ന ചെന്താമര എന്ന ആളുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. കൊടകര കുഴൽപ്പണം അന്വേഷണം പൂർത്തിയായെന്ന് ED, ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ചില്ല എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ആദ്യ പേജിൽ ചെറുകോളത്തിൽ നൽകിയിട്ടുണ്ട്. ട്രംപിൻ്റെ ഭീഷണി, കൊളംബിയ അഭയാർത്ഥികളെ തിരിച്ചെടുക്കും എന്നുള്ളതാണ് ആ വാർത്ത. അതായത് സൈനിക വിമാനത്തിൽ US നാടുകടത്തിയ അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കില്ലെന്ന നിലപാട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് കൊളംബിയ പിൻവലിച്ചു. നിക്ഷേപകർക്ക് നോട്ടീസ് അയച്ചു. നിയമം ബാങ്ക് തട്ടിപ്പിലും ED അന്വേഷണം എന്നുള്ള വാർത്ത. നിയമം സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അന്വേഷണം. തട്ടിപ്പ് സംബന്ധിച്ച മൊഴി നൽകാൻ നിക്ഷേപകർക്ക് ED നോട്ടീസ് അയച്ചു. 31 മുതൽ കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായി മാതൃഭൂമി നൽകിയിട്ടുള്ളത് ഹൃദയത്തിൽ നിന്ന് വിട. ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ച വാർത്തയാണ്. അദ്ദേഹത്തിന് ചിത്രം നൽകിയിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്ന് വിട എന്നുള്ളതാണ് എൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. 1991 പത്മശ്രീ നൽകി രാജ്യം ആദരിച്ചു എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. 1.5 ലക്ഷം ശസ്ത്രക്രിയകളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിട്ടുള്ളത് സർക്കാർ വഴങ്ങി റേഷൻ സമരം പിൻവലിച്ചു എന്നുള്ള വാർത്ത വലതുഭാഗത്ത് ചെറിയ പ്രാധാന്യത്തോടെ നൽകുന്നു. മാതൃഭൂമി ഇന്ന് പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ള ചിത്രം നെറ്റ്സറിം ഇടനാഴി കടന്ന് തെക്കൻ ഗാസയിൽ നിന്ന് വടക്കോട്ടേക്ക് നീങ്ങുന്ന പലസ്തീനുകാരുടെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. പ്രതീക്ഷയുടെ പ്രവാഹം എന്നുള്ളതാണ് ആ ചിത്രത്തിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. സ്വകാര്യ മദ്യ കമ്പനി വേണ്ടെന്ന് CPI എന്ന വാർത്തയ്ക്ക് വലതുഭാഗത്ത് പ്രാധാന്യം നൽകുന്നുണ്ട്. പാലക്കാട് എളപ്പള്ളിയിൽ സ്വകാര്യ മദ്യ കമ്പനിക്ക് അനുമതി നൽകിയ സർക്കാർ തീരുമാനത്തോട് വിയോജിപ്പുമായി CPI ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്ത രാഷ്ട്രീയ തീരുമാനം ഉണ്ടാകണമെന്ന് ആലപ്പുഴയിൽ ചേർന്ന അടിയന്തര സംസ്ഥാന നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു. കാകദൃഷ്ടി എന്ന മാതൃഭൂമിയുടെ കാർട്ടൂൺ പരമ്പരയിൽ നിന്ന് നെന്മാറയിൽ അമ്മയെയും മകനെയും വെട്ടിക്കൊന്നു. പ്രതി കൊലക്കേസിൽ ജാമ്യത്തിനിറങ്ങിയ അയൽവാസി ചെന്താമര. നരഭോജികളെ ഉൾക്കാട്ടിൽ തുറന്നുവിടും. സൈക്കോ ക്രിമിനലുകളെ ജാമ്യം നൽകി നാട്ടിലും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. കേരള കൗമുദി വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. വഖഫ് ഭേദഗതി ബില്ല് JPC അംഗീകാരം, മുസ്ലിം കേന്ദ്രീകൃത സ്വഭാവം മാറും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ട്. ഇടതുഭാഗത്ത് റേഷൻ വിതരണം മുടങ്ങില്ല, അനിശ്ചിതകാല സമരം തീർത്തു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. സർക്കാരിൻ്റെ വിരട്ടൽ, ഒത്തുതീർപ്പ് തീരുമാനങ്ങൾ അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളും ആ വാർത്തയ്ക്കൊപ്പം ചൂണ്ടിക്കാട്ടുന്നു. കേരള കൗമുദി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത് പ്രയാഗ്രാജ് മഹാകുംഭമേളയ്ക്കെത്തി ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി അമിത്ഷായുടെ ചിത്രമാണ്. അദ്ദേഹം തൊഴുകയോടുകൂടി നിൽക്കുന്ന ചിത്രം. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് അരുങ്കൊല കൊലക്കേസിൽ പ്രതി വൃദ്ധയെയും മകനെയും വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ചെന്താമരയുടെയും സുധാകരൻ്റെയും ലക്ഷ്മിയുടെയും ചിത്രവും ഇതിലും നൽകിയിട്ടുണ്ട്. ഷാഫിനി നോവോർമ, അതായത് മലയാളികളെ ചിരിപ്പിച്ച പ്രിയ സംവിധായകൻ ഷാഫിക്ക് സിനിമാ ലോകം വിട നൽകി എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നുണ്ട്. ഷാഫിയുടെ ചിത്രം നൽകിയിട്ടുണ്ട്. ബൂമ്രയ്ക്കും സ്മൃതിക്കും ICC പുരസ്കാരം എന്നുള്ള തലക്കെട്ടോടുകൂടി ബൂമ്രയുടെയും സ്മൃതിയുടെയും ചിത്രം നൽകി പുരസ്കാരം ലഭിച്ച വാർത്ത നൽകുന്നുണ്ട്. ആദ്യ പേജിൽ ഇടതുഭാഗത്തായി ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ച വാർത്തയ്ക്കും പ്രാധാന്യം നൽകുന്നു. വലിയ
അത്രമേൽ മാതൃഭൂമി നൽകിയ വലിയ പ്രാധാന്യമൊന്നും കേരളകൗമുദി നൽകിയിട്ടില്ല. തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ നരഭോജിക്കടുവ ചത്ത നിലയിൽ ആശങ്കയുള്ള സ്ഥലങ്ങളിൽ തെരച്ചിൽ തുടരുമെന്ന് മന്ത്രി. ആചാരവെടിയും ഉണ്ടയില്ലാ വെടിയും തുടരും എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി മാധ്യമത്തിലേക്ക് വരുമ്പോൾ, മാധ്യമത്തിൽ നെന്മാറ പോത്തുണ്ടിയിൽ വയോധികയും മകനെയും അയൽവാസി വെട്ടിക്കൊന്നു, ജാമ്യത്തിലിറങ്ങി ഇരട്ടക്കൊല. പ്രതി വീട്ടിലെത്തിയത് ജാമ്യ വ്യവസ്ഥ ലംഘിച്ച്. അനാസ്ഥ ആരോപിച്ച് നാട്ടുകാർ പോലീസിനെ തടഞ്ഞു. ചെന്താമരയുടെ ചിത്രവും ഒപ്പം ലക്ഷ്മിയുടെയും സുധാകരൻ്റെയും ചിത്രവും നൽകിയിട്ടുണ്ട്. ദേശീയ ഗെയിംസിൽ നിന്ന് കൊടിയേറുമെന്നുള്ള വാർത്തയ്ക്ക് ആദ്യ പേജിൽ പ്രത്യേക ഇടം നൽകിയിട്ടുണ്ട്. തലക്കെട്ടിന് തൊട്ട് താഴെയായി ഡോക്ടർ KM ചെറിയാൻ വിടവാങ്ങിയെന്നുള്ള വാർത്ത ഇടതുഭാഗത്ത് ചെറുപ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. വെട്ടിനിരത്തൽ വഖഫ് JPCയിൽ പ്രതിപക്ഷത്തെ വെട്ടി, BJP അംഗങ്ങളുടെ ഭേദഗതിക്ക് അംഗീകാരം എന്നുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. വലിയ പ്രാധാന്യത്തോടെയാണ് മാധ്യമ വാർത്ത നൽകിയിട്ടുള്ളത്. ആശ്വാസക്കൊല്ലി വയനാട് പഞ്ചാരക്കൊല്ലിയെ വിറപ്പിച്ച് നരഭോജിക്കടുവ ചത്ത നിലയിൽ വയറ്റിൽ നിന്ന് രാധയുടെ വസ്ത്രവും കമ്മലും ലഭിച്ചതായി വാർത്തയിൽ പറയുന്നു. തീക്കോടി ഡ്രൈവ് ഇൻ ബീച്ചിൽ 4 പേർ മുങ്ങി മരിച്ചു എന്നുള്ള വാർത്ത. ഫൈസൽ, വാണി, ബിനീഷ് കുമാർ, അസീസ എന്നുള്ളവരാണ് മരിച്ചത്. അവരുടെ ചിത്രങ്ങളും ആ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് പ്രാബല്യത്തിൽ എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. മാധ്യമം ആദ്യ പേജിൽ ഏറ്റവും താഴെ ആശങ്കകൾ നിലനിൽക്കെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായ ഉത്തരാഖണ്ഡ്. ഇതോടെ തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ഒരുമിച്ചുള്ള ജീവിതം, വിവാഹം, വിവാഹമോചനം, പെൺതുറാവകാശം, അനന്തരാവകാശം എന്നിവയ്ക്കടക്കം വിഷയങ്ങളിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ നിലവിൽ വന്നു. സംസ്ഥാനത്ത് മദ്യവില വർദ്ധിപ്പിച്ചു. ഖജനാവ് 2 കാലിൽ നിൽക്കണേൽ നമ്മൾ 4 കാലിൽ നിൽക്കണം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ, വഖഫ് ഭേദഗതി ബില്ല് JPC അംഗീകാരം എന്ന തലക്കെട്ടോടുകൂടി വഖഫുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദീപിക. വലതുഭാഗത്തായി പഞ്ചാരക്കുലിയിൽ ആശ്വാസം, നരഭോജിക്കടുവ ചത്തു എന്ന വാർത്തയ്ക്ക് കടുവയുടെ ചിത്രമുള്ള അടക്കം നൽകിയിട്ടുണ്ട്. ഇടതുഭാഗത്തായി ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ച വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട് ദീപിക. കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യത്തോടുകൂടി ഇടതുഭാഗത്ത് ഇടം നൽകുന്നു ദീപിക. ഏകീകൃത സിവിൽ കോഡ് ആദ്യമായി ഉത്തരാഖണ്ഡിൽ എന്ന വാർത്തയ്ക്ക് മധ്യഭാഗത്തായി പ്രാധാന്യം നൽകുന്നു. ഇന്ന് ദീപിക ഏറ്റവും പ്രാധാന്യത്തോട് കൊടുത്തിട്ടുള്ള ചിത്രം 76ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാനെത്തിയ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിദാന്തോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവർക്കൊപ്പം എന്നിവർക്കുള്ള ചിത്രമാണ് നൽകിയിട്ടുള്ളത്. 3 ജില്ലകളിലായി 7 പേർ മുങ്ങി മരിച്ചു എന്നുള്ള വാർത്ത. കോഴിക്കോട് വിനോദസഞ്ചാരികൾ അനീസ, വാണി, ബിനീഷ് കുമാർ, ഫൈസൽ എന്നുള്ളവർ മുങ്ങി മരിച്ചത്. പത്തനംതിട്ടയിൽ കൊല്ലത്തും വിദ്യാർത്ഥികളായ അനന്തുനാഥ്, അഭിരാജ്, അഹദ എന്നുള്ളവർ മരിച്ച വാർത്തയുണ്ട്. ഏകീകൃത പെൻഷൻ പദ്ധതി വിജ്ഞാപനം പുറത്തിറക്കിയെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദീപിക ആദ്യ പേജിൽ തന്നെ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ഏകീകൃത പെൻഷൻ പദ്ധതിയുടെ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ഏപ്രിൽ 1 പദ്ധതി നിലവിൽ വരുമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി വ്യക്തമാക്കി. മാവേലി നാട് എന്ന ദീപികയുടെ കാർട്ടൂൺ പരമ്പരയിൽ മദ്യവില വർദ്ധിപ്പിച്ച സർക്കാർ, ജവാനും വില കൂടി, ജയ് ജവാൻ ജയ് കിസാൻ, പാവങ്ങൾക്കും വില കൂടിയ മദ്യം രുചിക്കുവാനുള്ള അവസരമാണ് സർക്കാർ ഒരുക്കിയത് എന്നുള്ളതാണ് ആ കാർട്ടൂൺ തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ, പ്രതിപക്ഷ ഭേദഗതികളെല്ലാം തള്ളി വഖഫ് വിഴുങ്ങി BJP എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ആദിവാസി യുവതിയെ കൊന്ന കടുവ ചത്ത നിലയിൽ, ജഡം കണ്ടത് പിടികൂടാനുള്ള ദൗത്യത്തിനിടെ ആ ചിത്രവും ചത്തുകിടക്കുന്ന കടുവയുടെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങി വയോധികയും മകനെയും വെട്ടിക്കൊന്നു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു ദീപിക ആദ്യ പേജിൽ തന്നെ. BJP സഖ്യം വിടണമെന്ന് BDJS എന്ന തലക്കെട്ടോടുള്ള വാർത്ത. BJP നയിക്കുന്ന NDA മുന്നണി വിടണമെന്നാവശ്യപ്പെട്ട് BDJS പ്രമേയം. കോട്ടയത്ത് കോടിമത KSSIA ഹാളിൽ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്ത ജില്ലാ നേതൃ ക്യാമ്പിൽ BJPയെ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി എന്നുള്ള വാർത്ത. തുളസി ഭാസ്കർ അന്തരിച്ചു എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. മുൻ ദേശാഭിമാനിയുടെ എഡിറ്ററായിരുന്നു തുളസി ഭാസ്കർ. അന്തരിച്ച വാർത്തയ്ക്ക് ദേശാഭിമാനി ആദ്യ പേജിൽ ചെറിയ പ്രാധാന്യം നൽകുന്നുണ്ട്. കൊടിയേറുന്നു കായിക ഇന്ത്യക്ക് എന്ന തലക്കെട്ടോടുകൂടി ദേശീയ ഗെയിംസ് ഇന്ന് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത. 35 ഇനങ്ങൾ, 10,000 കായിക താരങ്ങൾ, കേരളത്തിന് 437 അംഗസംഘം, സമാപനം ഫെബ്രുവരി 14 എന്നടക്കമുള്ള വിശദ വിവരങ്ങളും ആ വാർത്തയോടൊപ്പം നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ, അനങ്ങാതെ പോലീസ്, കൊലക്കേസ് പ്രതി 2 പേരെ കൂടി കൊന്നില്ലേ പോലീസ് എന്നുള്ളതാണ് തലക്കെട്ട്. കൊലക്കത്തിക്കിരയായത് 2019 കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവും ഭർത്തൃമാതാവും. കോടതി വിലക്ക് നടപ്പാക്കിയില്ല. സുധാകരൻ, ലക്ഷ്മി, സജിത എന്നുള്ളവരെയാണ് ചെന്താമര കൊന്നത്. അയാൾ ഇനി എന്നെയും കൊല്ലട്ടെ എന്നുള്ള മകളുടെ വേദനയും വിലാപവും ഒക്കെ അതിൽ നൽകിയിട്ടുണ്ട്. ഒടുങ്ങിയ ക്രൗര്യം എന്ന തലക്കെട്ടോടുകൂടി നരഭോജി കടുവ ചത്ത ചിത്രം നൽകുന്നു. ഒപ്പം ആ വാർത്തയും തൊട്ടുതാഴെ നൽകിയിട്ടുണ്ട്.
വരും ദിവസങ്ങളിൽ കൊടും ചൂട്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള വാർത്ത നൽകുന്നു. ഉത്തരാഖണ്ഡിൽ ഏകീകൃത നിയമം പ്രാബല്യത്തിൽ നിന്ന വാർത്തയ്ക്ക് ചെറുപ്രാധാന്യം നൽകുന്നുണ്ട്. GPS സംശയിച്ച മരണം പൂനെയിൽ കേന്ദ്ര സംഘം. അപൂർവ നാഡീരോഗം ഗിലൻ ബാരി സിൻഡ്രോം ബാധിതരെന്ന് സംശയിക്കുന്നയാൾ സോലാപ്പൂരിൽ മരിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ഇവിടെ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് എവിടെയും ഇടം നൽകിയിട്ടില്ല. മലയാള മനോരമ കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഫ്ലെക്സ് വെച്ചതിന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ 5010 രൂപ പിഴയടച്ചു. കേരള ബജറ്റിൽ മുഖ്യ വരുമാന മാർഗമായി ഫ്ലെക്സ് പിഴ ആലോചിക്കാം എന്നുള്ളതാണ് ആ കാർട്ടൂണിൻ്റെ തലക്കെട്ട്. ഇനി ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ BJP ജില്ലാ പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. അതിൽ 4 വനിതകളുണ്ട്. രാജീവ് പ്രസാദ്, അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ, ദീപ പുഴയ്ക്കൽ, ML അശ്വിനി എന്നുള്ളവരുടെ പേരുകളാണ് അതിൽ വന്നിട്ടുള്ളത്. വഖഫ് ബില്ലിന് JPCC അംഗീകാരം എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്ന ജന്മഭൂമി. ഒപ്പം മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ചിത്രവും അതിനോടൊപ്പം നൽകിയിട്ടുണ്ട്. മലയാളി സ്വാമി സാധു ആനന്ദവനം അഖാഡ അധികാരി, അതായത് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് 45 കോടിയിൽ പരം ജനങ്ങൾ ഒഴുകിയെത്തുന്ന മഹാകുംഭമേളയിൽ ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ ആയി മലയാളിയായ സ്വാമി സാധു ആനന്ദവനം അഭിഷിക്തനായി. നരഭോജി കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയെന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ജന്മഭൂമി ആദ്യ പേജിൽ തന്നെ വലതുഭാഗത്ത് നരഭോജി കടുവ ചത്ത നിലയിൽ കിടക്കുന്ന ചിത്രമുണ്ട്. ഉത്തരാഖണ്ഡിൽ ഇനി പൊതു സിവിൽ കോഡ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നു. ജാമ്യത്തിലിറങ്ങിയ കൊലക്കേസ് പ്രതി അമ്മയെയും മകനെയും വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയ്ക്ക് പ്രാധാന്യമേറെ നൽകുന്നുണ്ട്. ജന്മഭൂമി ആദ്യ പേജിൽ ഏറ്റവും താഴെയായി 3 പേരുടെ ചിത്രവും നൽകിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡ് ദേശീയ തെരഞ്ഞെടുപ്പ് BJPക്ക് ഉജ്ജ്വല ജയം, 11ൽ 10 നേടി എന്നുള്ള വാർത്തയ്ക്കും ജന്മഭൂമി ഇടം നൽകുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളും ഇവിടെ കഴിയുന്നു. മറ്റു ചില വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണും വരെ നന്ദി, നമസ്കാരം.